ഇവിടുന്ന് പോകുമ്പോഴേ എനിക്കൊരു ലക്ഷണപ്പശക തോന്നിയതാ. നീ ആ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചായിരുന്നു മക്കളെ? ഞാൻ ആ വണ്ടി പോലും കണ്ടില്ല ചാച്ചാ. പിന്നെങ്ങനെയാ നമ്പർ ശ്രദ്ധിക്കുന്നത്? കള്ള കഴിവറാമോമാര്. എന്നാ ഒന്ന് നിർത്തി കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോന്ന് നോക്കുക. അവനെയൊക്കെ എന്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ. ഞാനില്ലാത്തപ്പോ നീയല്ലേ ഈ കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ? ആനി, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. എടാ അതൊക്കെ ഇറങ്ങും. ഒരാഴ്ച നല്ലോണം ശ്രദ്ധിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എല്ലാം കരിഞ്ഞോടാ? ആ കരിഞ്ഞു. മോനു വേണോണ്ട, നീ എടുക്കണ്ട. ആരുമില്ല. ചാച്ചാ ഞങ്ങളെയും കൂടെ ഒരു റൗണ്ട് കൊണ്ടുപോവോ? പിന്നെന്താ, വേറെ മക്കൾ വണ്ടിയല്ലേ. എന്താ എന്തു പറ്റി അമ്മേ? ഒന്നുമില്ല. എന്തിനാ അമ്മ കരയുന്നേ? പേടിച്ച പോലെ ഒരു അപകടവും ഇല്ലാണ്ട് ടോണി തിരിച്ചു വന്നല്ലോ, അതിന്റെ സന്തോഷത്തിലാ. എല്ലാവർക്കും ഇത്തിരി കാപ്പി തിളപ്പിക്കാം. നീ ആ വിറയും കിട്. വിവരങ്ങളൊക്കെ അവനെ ഇങ്ങനെ അറിയിക്കാതിരിക്കുന്നത് ശരിയാണോ? അവക്ക് അവനോട് പറയാനുള്ള ധൈര്യമില്ല. അവൻ വില്ലനും കള്ളനും ഒന്നും അല്ലച്ചോ. മനസ്സിന് കട്ടിയില്ലാത്തവനാ, ഒരു പാവം. ഈ വിഷമം കയറി അവനിനി കള്ളുഷാപ്പിൽ തന്നെ താമസമാക്കുമെന്ന ആനയുടെ പേടി. എന്നോടൊന്ന് പറയാനാ അവിടെ പറയുന്നേ. ഞാൻ എങ്ങനെയാ അച്ചോ ഇങ്ങനൊരു കാര്യം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അച്ഛൻ വല്യപിതാവിനെ കാണുമ്പോൾ ഒന്ന് പറയണം. ഈ അവസ്ഥയിൽ കുടിയൊഴിപ്പിക്കലിന്റെ കാര്യം പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൂരതയാ. ഏറിപ്പോയാൽ അവക്കിനി ഒരു കൊല്ലം. ഞാൻ പറഞ്ഞു നോക്കാം. അച്ഛൻ പറഞ്ഞു നോക്കിയാ പോരാ, അരവനെന്ന് സമ്മതിപ്പിക്കണം. സമ്മതിപ്പിക്കാം. ആ നമ്മളെത്തി. ഇറങ്ങി നല്ല വാടിയെടുത്ത് വന്നേക്കോ. ആഹാ എന്നാടാ വീടാ, നോക്കിക്കാണെ കോഴിയെ വിടാ. ആരെയാ വിളിക്കുന്നത്? കിട്ടിയടാ വേണ്ടടാ ഫോട്ടോ. അനിയേ, കഴിഞ്ഞ ആഴ്ച മനോരമ പാചകവിധി കണ്ടതുപോലെ ഇതിനെ തന്തൂരിയോ ബാംഗ്ലൂരിയോ ഒക്കെ ഒന്ന് ആക്കടി. കുടിയും കൂത്താട്ടവും ഒക്കെ ഷാപ്പിലും പെരുവഴിയിലും മതി. ഈ വീട്ടിൽ ഞാനിത് സമ്മതിക്കില്ല. ഒച്ച വയ്ക്കണ്ട. സന്ധ്യ സമയത്ത് പിള്ളേർക്ക് 4 അക്ഷരം പഠിക്കണം. ആനമ്മക്ക് ഇഷ്ടത്തിന് പിന്നെ എന്തിനാ നമ്മള് അലമ്പാക്കുന്നത്? ഞങ്ങൾ പോവാ. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. നിങ്ങള് പോവാൻ വരട്ടെ. ഇതെന്റെ വീടാണോ അതോ അവളുടെ വീടാണോ അതോ അവളുടെ തന്തയുടെ വീടാണോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. നമ്മള് പോവാ. നമുക്ക് ഷാപ്പിലേക്ക് പോവാം. ഞാനാണോ നീയാണോ ഈ വീടിന്റെ നാഥൻ? അറിയടേ, ഞാനാണോ നീയാണോ? തലയിരിക്കുമ്പോ വാല ആടുകൂടി ആടുകൂടി. ഓ, എന്റെ പരിചയക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിച്ചതും പോരാ, ഇപ്പൊ നോക്കി പേടിപ്പിക്കുന്നു. ചാണ്ടി കുഞ്ഞേ, ചാണ്ടി കുഞ്ഞേ,
ആപ്പച്ച. ആഹാ. അനി, നമ്മുടെ മോൻ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിന് ഞാനൊരിത്തിരി കൂട്ടുകാരെയൊക്കെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ആഘോഷിക്കാമല്ലോ എന്ന് കരുതിയ. നീ എന്നോട് ക്ഷമിക്കാനി, തെറ്റ എന്റെയാ. ഞാൻ ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ലല്ലോ. ആദ്യമായിട്ടല്ലേ, അവസാനത്തെ ഇതുവാ. നീ എന്നോട് ക്ഷമിക്കേ. ജോണി ഒന്നും അറിയരുതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പറയാൻ എനിക്ക് ധൈര്യമില്ലാഞ്ഞിട്ടാ. ജോണിക്കൊന്നും താങ്ങാനുള്ള ശക്തിയില്ലെന്ന് അറിയാവുന്നോണ്ടാ. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ജോണിയുടെ ഈ പോക്ക് കാണുമ്പോ ഇനിയെങ്കിലും ജോണി ഒന്നും അറിയാതിരുന്നാൽ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഏതു നേരവും ഞാനും കുഞ്ഞുങ്ങളും മനസ്സൊരുക്കി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. പിന്നെന്തിനാണ് കർത്താവ് നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അറിഞ്ഞൂടാ. എനിക്കൊന്നും അറിഞ്ഞൂടാ ജോണി. ആനി പറ, എല്ലാം ഞാൻ അനുസരിക്കാം. സത്യം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ആർക്കും ഒന്നും ചെയ്യാനില്ല. തീരുമാനിക്കപ്പെട്ടത് അനുസരിക്കാൻ നിവർത്തിയുള്ളൂ. ഇനി ഞാൻ അധികകാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ജോണി. എന്താ നീ പറഞ്ഞേ? ഒരുപാട് പഴകിപ്പോയെന്ന് ഡോക്ടർ അച്ഛനോട് പറഞ്ഞു. മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോ. എന്താ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോനെ ആശുപത്രി കിടന്നപ്പോ അവന് കൊടുക്കാൻ വേണ്ടിയാ എന്റെ ബ്ലഡ് എടുത്തത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അറിഞ്ഞു.
അങ്ങനെ എളുപ്പത്തിലൊന്നും ഞാൻ അവളെ മരിക്കാൻ വിട്ടുകൊടുക്കത്തില്ല അച്ചോ. എന്റെ 4 കുഞ്ഞുങ്ങളെ തള്ളയച്ചോ അവള്. അവള് പോയാ പിന്നെ അതുങ്ങൾക്കാരുണ്ട്? എനിക്കാരുണ്ട്? അനാഥാലയത്തിൽ ഭക്ഷണവും സംരക്ഷണവും ഉണ്ടായിരുന്നു. അതൊക്കെ വേണ്ടാന്ന് വെച്ച് ഭാവിയിലോട്ടൊന്നും നോക്കാതെ 14 കൊല്ലത്തിന് മുമ്പ് എന്റെ കൂടെ ഇറങ്ങി തിരിച്ചടാച്ചോ അവള്. അവളെ ഞാൻ മരിക്കാൻ വിടില്ല, ചികിത്സിപ്പിക്കും. എനിക്കുള്ളതൊക്കെ വിറ്റിട്ടാണ് അങ്ങനെ, അല്ലെ കടം വാങ്ങിക്കും, അതുമല്ല ഇരക്കും, അല്ലെ ഞാൻ മോട്ടിക്കും അച്ചോ, മോട്ടിക്കും. എന്നാലും ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല, ഉറപ്പാ. വിൽക്കാൻ നിന്റെ കയ്യിൽ എന്താ ജോണി ഉള്ളത്? ഈ പറഞ്ഞ 14 വർഷത്തിൽ ഒരിക്കലെങ്കിലും നീ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കട്ടും മോഷ്ടിച്ചും കടം മേടിച്ചും ഒരു മാറാരോഗ്യെ ചികിത്സിക്കാന്ന് വെച്ചാൽ അത് നടപ്പുള്ള കാര്യമാണോ? നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ. ഇനിയുള്ള കാലമെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നീ അവളെ അനുവദിക്കുക. അവൾക്ക് സമാധാനം കൊടുക്കുക, അവൾക്ക് സന്തോഷം കൊടുക്കുക. എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണച്ചോ. ജോണി, നീ കൂടുതലൊന്നും ചെയ്യാനില്ല. ആദ്യം കുടി നിർത്തുക. ബുദ്ധിമുട്ടാണല്ലേ? ആണടോ, കക്കാനും പിടിച്ചു പറിക്കാനും ഛർദ്ദിച്ച് വഴി കിടക്കാനും ഒക്കെ എളുപ്പാ. ഇല്ല അച്ചോ, ഇല്ല. നിങ്ങൾ രണ്ടുപേരെയും തമ്പുരാനെ സാക്ഷി നിർത്തി ഞാൻ പറയാ, എന്റെ 4 കുഞ്ഞുങ്ങളാണ്, എന്റെ ആനിയാണ്. ഞാനിനി കുടിക്കല അച്ചോ, സത്യം. ഏത് ഡോക്ടർ ചികിത്സിച്ചാലും ദൈവം കൂടെ ഉണ്ടെങ്കിലേ ചികിത്സ ഫലിക്കും. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം എന്റെ ആനിക്ക് വേണ്ടി. ജോണി, പേടിത്തിരി കൂടിപ്പോയി. വണ്ടി ഒന്ന് നിർത്താമോ? തളരരുത് ജോണി. തളർന്നാൽ എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഓർമ്മിച്ചു വയ്ക്കാൻ നമുക്ക് രണ്ടുപേർക്കും ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, അവരുടെ വലിയ വലിയ സ്നേഹങ്ങൾ, അതിനിടയിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ. നമുക്ക് കിട്ടാതെ പോയതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം. ബാല്യത്തിന്റെ ഓർമ്മകൾ ഒരു മണിച്ചെപ്പ് പോലെ സൂക്ഷിച്ചു വയ്ക്കാൻ അവർക്ക് കഴിയണം. നമ്മുടെ രണ്ടുപേരുടെയും സ്നേഹം അത് ഏറ്റവും കൂടിയ അളവിൽ അവരനുഭവിക്കണം. ഞാൻ കഴിഞ്ഞു പോകുന്നത് വരെ അവരൊന്നും അറിയരുത്. അവരുടെ നനയാത്ത മനസ്സുകൾ കണ്ട് എനിക്ക് സന്തോഷത്തോടെ മരിക്കണം. എനിക്കെന്റെ കുഞ്ഞുങ്ങളെ കണ്ട് കണ്ട് കൊതി തീർന്നില്ല ജോണി. എനിക്ക്
എനിക്കവരെ സ്നേഹിച്ചു മതിയായില്ല. എനിക്ക് ജീവിക്കണം. ഒരുപാട് വർഷത്തെ ജീവിതം ഇനി ഒരു വർഷം കൊണ്ട് ജീവിക്കണം. ഒന്ന് പൊറോട്ട എടുത്തേ. ആ നീയാണോ? വണ്ടി കുറച്ച് പൊറോട്ട എടുക്കാശവാ. നിന്റെ വണ്ടിക്കൂല്ലേടാ റിവേഴ്സ് ഗിയർ, നീ എടു പൊറോട്ട്. ആ തമാശകളാ. എനിക്കാണെങ്കിൽ ഒത്തിരി പൊറോട്ട എടുക്കണം. ഞാൻ ഒന്നും ഒതുക്കി തന്നാ എനിക്കങ്ങ് പോയിരുന്നു. എന്നാ അവിടെ കിടന്നോ. എനിക്ക് പോയിട്ടേ ഒരത്യാവശ്യമില്ല. കേശവ, എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന്. നീ വണ്ടി ഒന്ന് മാറ്റേ. എടാ, കേശവന്റെ വണ്ടി അങ്ങനെ കണ്ട ചെറ്റകൾക്കൊന്നും വഴിമാറി കൊടുക്കാറില്ല. നീ വലിയ ഹീറോ അല്ലേ, ഇടിച്ചു മാറ്റിയിട്ട് പോടാ. കേശവ, കണക്ക് പറയാനുള്ള സമയമല്ല ഇത്. എനിക്ക് പോയിട്ട് തിരക്കുണ്ടെന്നാ ഞാൻ പറഞ്ഞേ. മര്യാദയ്ക്ക് നീ വണ്ടി മാറ്റുന്നോ അതോ എന്റെ തനി ഗുണം ഞാൻ കാണിക്കണോ? തനി ഗുണം കാണിച്ചവനൊക്കെ കേശവന്റെ ഇന്ന് അപ്പ കിട്ടിയിട്ടുണ്ട്. നിന്റെ മോൻ എന്റെ വണ്ടിയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചപ്പോ ഞാൻ അവന്റെ പേര് കുറിച്ചിട്ടതാ. വണ്ടി അബദ്ധത്തില് മുട്ടിയൊന്നുമല്ലടാ, ഞാൻ മുട്ടിച്ചതാ. വീഴ്ച കണ്ടപ്പോ തീർന്നു എന്ന് വിചാരിച്ചത്, പക്ഷെ ചത്തില്ല. ആയുസിന്റെ ഒരു ബലേ.